വിശ്വാസ വെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ചിന്തകനും അറിയപ്പെടുന്ന വാഗ്മിയുമായ, തൻ്റെ ക്രിസ്തു വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും അതിന് സാക്ഷ്യം വഹിക്കുമ്പോഴും കേരളത്തിലെ മറ്റ് മതസ്ഥരോടും മതനേതാക്കളോടും നിരന്തരം സംവദിക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഏറെ സ്വീകാര്യനായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, നമ്മൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ രോഗിലേപനത്തെക്കുറിച്ച് കഴിഞ്ഞ 3-4 എപ്പിസോഡുകളായിട്ട് വളരെ വിശദമായിട്ട് അച്ഛൻ ചർച്ച ചെയ്തു, അച്ഛൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ എപ്പിസോഡിൽ ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് അവസാനത്തെ എപ്പിസോഡാണ് രോഗിലേപനത്തെ സംബന്ധിച്ച്. ഈ രോഗീലേപനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? രോഗീലേപന കൂദാശയുടെ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായിട്ട് രോഗീലേപനം എന്ന കൂദാശ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ സ്വീകരിക്കുന്ന ഒരു കൂദാശയാണ്. ജീവിതത്തിൻ്റെ സായാഹ്നത്തോട് അടുക്കും തോറും മനുഷ്യനെ കുറേശ്ശെ, സാധാരണ മനുഷ്യന് ഭയം കുറേശ്ശൊക്കെ തോന്നാം. വളരെ അപൂർവം ആളുകളെ പ്രായമാവും തോറും എന്നാൽ മരിക്കാലോ എന്ന് വിചാരിച്ച് ജീവിക്കണം. അത്രയും നിരാശരായിട്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ധൈര്യത്തിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മളാരും പരിപൂർണരല്ല, ബലഹീനതകളുള്ളവരാണ്, തെറ്റുകൾ വന്നവരാണ്. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ മനസാക്ഷിയെ നിർത്തുമ്പോൾ അത് ദൈവത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നിത്യവെളിച്ചമായ ആ സാന്നിധ്യത്തിൽ എന്നിലും ഈ സ്വത്വമാത്വത്തിൻ്റെ ഗുണങ്ങൾ വളരെയധികം രജോ ഗുണമുള്ളതായിട്ടില്ലെങ്കിൽ, സ്വാത്വികമായിട്ടില്ലെങ്കിൽ എനിക്ക് ഭയം ഉണ്ടാവും. പക്ഷെ അപ്പോൾ ആ ഭയത്തെ അതിജീവിക്കുവാനുള്ള ഒരു ധൈര്യമാണ് പരിശുദ്ധാത്മാവ് ഇതിലൂടെ ഒന്ന് തരുന്നത്. ധീരത, ജീവിതത്തെ നേരിടാൻ, മരണത്തെ നേരിടാൻ എന്നുള്ള ഒരു കാര്യം. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു മഹാദാനമാണ് സമാധാനം. നമ്മൾ മരിക്കാൻ റെഡിയായിട്ട് അങ്ങനെ വളരെ അവസാന നിലയിലൊന്നുമല്ല, കുറച്ചൊക്കെ പ്രായം കഴിഞ്ഞ ആൾക്കാരോട് റിട്ടയർഡൊക്കെ ആയി, പൊതു വ്യവഹാരങ്ങളൊക്കെ കുറഞ്ഞു. കൂടുതൽ ഞാൻ ഓർക്കുവാണേ, നമ്മുടെ ഫാദർ വടക്കൻ, ഞാൻ എന്നെയൊക്കെ വളരെ എന്താ പറയുക ത്രസിപ്പിച്ചിട്ടുള്ള പ്രചോദിപ്പിച്ചിട്ടുള്ള വടക്കനച്ഛൻ്റെ കിതപ്പും കുതിപ്പും ഒക്കെ വായിച്ച് ഞാൻ ആവേശം കൊണ്ടതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം വയസ്സുകാലത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ വീട്ടിൽ വർക്കി വടക്കൻ ഒരു MLA ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിലാണ്, ആളുടെ സഹോദരനാണ്. അപ്പോൾ തൊയ്ക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തെ പലവട്ടം പോയി സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹം ഈ കൊന്ത ഉരുട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹം എന്നിട്ട് അവസാനം മാതാവിനെക്കുറിച്ചും കൊന്തയുടെ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചെറിയ ചെറിയ ലീഫ്ലെറ്റുകൾ പോലെയൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ, ഈ കേരളം കണ്ട ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു മുഖമായിരുന്നു അദ്ദേഹം. മനുഷ്യൻ്റെ മാർപ്പാപ്പ ഗൗതമ വംശീലിയൊക്കെ പറയുന്ന പോലെ ഈ ആടിൻ്റെ ചൂരുള്ള ഒരു ഇടയനായിരുന്നു ശരിക്കും. ഈ കർഷക സമരങ്ങളൊക്കെ ഇന്ന് നടക്കുമ്പോഴും കുടിയിറക്കങ്ങളും കുടിയേറ്റങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും ആ മനുഷ്യനെ നമ്മൾ ഓർത്തു പോകും. ആദ്യമേ വെടി എൻ്റെ മേത്ത് വെക്കടാ, എന്നിട്ടേ ഇവരെ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ബഫർ സോണൊക്കെ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ പോലും ഞാൻ ഈ മനുഷ്യനെ ഓർത്തു. കാരണം ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഈ ഒരുപാട് കോളിളക്കങ്ങൾ നടന്ന ഒരു മനുഷ്യൻ, ചരിത്രം നിർമ്മിച്ച ഒരു മനുഷ്യൻ അവസാന കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരുങ്ങുകയായിരുന്നു ഈ യാത്രയ്ക്ക് വേണ്ടി. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ശാന്തിയിൽ എത്ര ബഹളടിച്ച് നടന്ന ഒരാളായാലും അവസാനമാകുമ്പോൾ ഒരു സന്യാസിയെ പോലെ, ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, മംഗലപ്പുഴ സെമിനാരിയിൽ ശേഷിക്കുന്ന വർഷങ്ങൾ ഒരു സന്യാസിയെ പോലെ ഒരു ആശ്രമത്തിൽ കഴിയുന്നത് പോലെ എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിലും ഇടപെടാതെ, ഒന്നും നമ്മളെ സ്പർശിക്കാതെ ജീവിക്കാൻ സാധിക്കുക. അതാണ് ശരിക്ക് ഈ ഹൈന്ദവ പാരമ്പര്യത്തിലൊക്കെ നമ്മൾ പറയുന്ന സന്യാസം എന്ന് പറയുന്നത്. അവർ വീട്ടിലെ അടുത്ത് ഒരു ചെറിയ ഒരു 4 കെട്ടിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു വീട് അവർക്കുണ്ടാവും. നമ്മുടെ പല ക്രിസ്ത്യൻ പഴയ വീടുകളിലുണ്ട്. തലോടിയിലച്ഛൻ്റെ വീട്ടിൽ ഞാൻ പോയി, ഇപ്പോൾ പാലയിലത്തെ ഉണ്ട് അങ്ങനെ ഒരു വീട്.
ഒരു ചെറിയൊരു വീടാണ്. അപ്പോൾ അവിടേക്ക് അവർ മാറുവാണ്, അപ്പനും അമ്മയും. എന്നിട്ട് അവരവിടെ മാറി താമസിക്കുന്നു. അത് സ്വന്തമായിട്ടൊരു ആശ്രമം, മനസ്സിലുള്ള ഒരു ആശ്രമത്തെ സ്വന്തം കുടിലിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുവാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, ഈ എനിക്ക് രോഗീലേപനത്തിൻ്റെ ശുശ്രൂഷയെ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഈ അർത്ഥത്തിലാണ്. ആത്മാവ് നമുക്ക് തരുന്ന, പരിശുദ്ധാത്മാവ് തരുന്ന ശാന്തി, സമാധാനം, ആനന്ദം, ഇങ്ങനെയുള്ള ആ ദാനങ്ങളിൽ നിറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന, അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ദുഷ്ടരൂപികൾക്കെതിരെ ഇപ്പം ഞാൻ പല മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല വിചാരം വരുന്നു. പ്രായമായ ആളുകൾ പലരും പറയുന്ന ഒരു കാര്യം, നമുക്ക് കുമ്പസാര രഹസ്യം പറയാൻ പറ്റില്ല, കാര്യമായിട്ട് അവരൊരു പാപവും ചെയ്യണില്ല, പക്ഷെ അവർ പറയണം പിശാച് തട്ടിക്കുന്നു. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. അവർക്ക് വല്ല എന്തെങ്കിലും ഒരു പൊട്ട ചിന്ത വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, അത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അവർ അത്രമാത്രം ദുഷ്ടരൂപിയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിൻ്റെ സാമീപ്യത്തിലേക്ക് പോകും തോറും. അപ്പോൾ അതിനുള്ള ശക്തിയും ഈ കൂദാശയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പാപം മോചിക്കപ്പെടുന്നുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പിന്നെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശാരീരികമായ സൗഖ്യങ്ങളും ആ സമയങ്ങളിൽ പലർക്കും ലഭിക്കാറുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് നമ്മൾ ചേരുകയാണ്. കർത്താവ് ഈ മരണത്തിലൂടെ ഉത്ഥാനത്തിലേക്ക് കടന്നു. അപ്പോൾ ഈ ചെവിട്ടോർമ്മ ചൊല്ലി കൊടുക്കണ കാര്യം ബിജു ഓർക്കുണ്ടാവും. ഇങ്ങനെ എൻ്റെ ആത്മാവിനെ കൂട്ടായിരിക്കണമേ. എന്തൊരു, നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ആ അർത്ഥത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കി നിൽക്കുവാണ്, ഇയാൾക്ക് ഇനി എത്ര നേരമുണ്ട്, അല്ലെങ്കിൽ എത്ര ദിവസമുണ്ട്. പക്ഷേ ചെവിട്ടോർമ്മയായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനിച്ച് സൈഡിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയാണ്, ഇനി മോനെ നീ ഒറ്റയ്ക്ക് പോവുകയാണ്, നീ മോളെ ഒറ്റയ്ക്ക് പോവുകയാണ്, നിനക്ക് ഈശോ, മറിയം, ഔസേപ്പാണ് നിൻ്റെ കൂട്ട്, പരിശുദ്ധ ത്രിത്വമാണ് നിൻ്റെ കൂട്ട്. അപ്പോൾ ആ ഒരു കൂട്ടിൻ്റെ സൗഹൃദത്തിൻ്റെ വലയത്തിലേക്ക് ആ മനുഷ്യനെ ഒരുക്കുകയാണ് ഈ കൂദാശ ശരിക്കും ചെയ്യുന്നത്. എൻ്റെ വീട് ഇനി ഈ ലോകത്തല്ല, എനിക്ക് വേറൊരു ലോകത്തൊരു ഗേഹമുണ്ട്. അവിടെ ഒരുപാട് മുറികളുണ്ട്, ഒരുപാട് ഇടങ്ങളുണ്ട് ചേക്കാറാൻ. അവിടെയാണ് ഇനി എൻ്റെ ഇടം. അവിടെയുള്ളവർ ഇവരൊക്കെയാണ്. നമ്മുടെ ചില പഴയ കാരണവന്മാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമ്മായിമാരൊക്കെ പ്രായമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഞാനിടാ ഇന്നലെ കിടന്നപ്പോൾ ഗീവർഗസ് പുണ്യാളൻ എന്നെ വന്ന് വിളിച്ചു, സെബസ്ത്യാനോസ് വന്ന് വിളിച്ചു, മാലാഖന്മാർ പറഞ്ഞു എന്താ നീ പോരാത്തെ. പിന്നെ ഞാൻ ആലോചിച്ച് ദുസ്വപ്നം നോക്കിയപ്പോൾ ഞാൻ സ്വപ്നമാണ്. പിന്നെ ഞാൻ പറഞ്ഞു നീ വിളിക്കണ്ടേ. അപ്പോൾ 80, 85, 90 ആയ ആൾക്കാർ ഈ രാത്രി, നമ്മൾ ചിലപ്പോൾ പറയും അവർക്ക് ഇച്ചിരി ചിന്നൻ്റെ അസുഖമെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ആ ഒരു ലോകത്തിലേക്ക് എത്തും തോറും മനുഷ്യനിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങൾ, അവർ വേറെ ഏതോ ഒരു അദൃശ്യ ലോകവുമായിട്ട് കുറേശ്ശെ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് ഈശോ മറിയം ഔസേപ്പയെ കൂട്ടായിരിക്കണമേ, ഈ കർത്താവിൻ്റെ തിരുരക്തങ്ങളെ ഓർത്ത് ഈ മനുഷ്യൻ്റെ ആത്മാവിനെ അതിൽ കഴുകണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പീഡാസഹനങ്ങളോട് ചേർത്ത് സഹിക്കാൻ. ഇപ്പോൾ ഇച്ചിരി രോഗമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അവരുടെ ചവിട്ടിൽ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ സഹിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിത്യജീവനിലേക്കുള്ള ഒരു ഒരുക്കമാണ് വാസ്തവത്തിൽ അവസാനമായിട്ട് ഇത് പറയുകയാണെങ്കിൽ. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേർന്ന് നിത്യജീവനിലേക്കുള്ള ഒരു ഒരുക്കമാണ് ശരിക്കും ഈ കൂദാശ എന്ന് പറഞ്ഞാൽ. ഇത് അച്ഛൻ ഈ കുദാശ സ്വീകരിക്കുന്ന ഒരാളുടെ ഫലമാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുദാശ കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്കും ഒരു ബലം കിട്ടും. ഇപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ എൻ്റെ അപ്പം മരിക്കാൻ കിടക്കുക, അദ്ദേഹം ലൂർദാശത്തിൽ വെച്ചാൽ മരിച്ചത്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ പോലെ ചവിട്ടോർമ്മ കൊടുക്കുന്നു, പാട്ട് പാടുന്നു. അപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ചോളം അത് ഞാൻ ഇങ്ങനെ കരഞ്ഞു പോവുകയാണ്. കാരണം അപ്പം മരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് തന്നെ ഒരു പരിവർത്തനത്തിന് ഈ രോഗിലേപനം കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ ഒരു അന്ത്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് വിചിന്തനം നടത്താനൊക്കെയുള്ള ഒരു അവസരമാണ് ഈ രോഗിലേപനത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്കും കിട്ടുക. പിന്നെ അങ്ങനെ പങ്കെടുക്കുമ്പോൾ നമ്മൾ അറിയാതെ, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അടുത്തൊന്നുമില്ലെങ്കിലും നമ്മൾ ഈ ടെലിപ്പതി എന്നൊക്കെ പറയണ പോലെ, എൻ്റെ ഫാദർ അങ്ങ് പറഞ്ഞപ്പോൾ ഓർക്കുക, എൻ്റെ ഫാദർ ഇവിടെ വെച്ച് മരിച്ചപ്പോൾ ഞാൻ പാരീസിലാണ് പഠിക്കുകയാണ്. പക്ഷെ ഞാനന്ന് എന്നെ ഭയങ്കരമായിട്ട് എന്തോ സ്പർശിച്ച ഒരു കാര്യമായിരുന്നു അത്. കാരണം ഞാനന്ന് എന്തോ ഒരു വർക്ക്, ഒരു തീസിസിൻ്റെ ഒരു ചാപ്റ്റർ തീർത്തിട്ട് ഡയറക്ടറുടെ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് അപ്പോൾ രാത്രി 9 മണിയായി. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഇനി മടുത്തു, കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ ഉറക്കുളച്ചൊക്കെ ഇരുന്ന് പണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് മൗണ്ട് മോംഫർനാസ് എന്ന് പറയും, അവിടെ വലിയൊരു 56 നില കെട്ടിടമുണ്ട്. അതിൻ്റെ അടുത്ത് സിനിമ തിയേറ്ററുകളുണ്ട്. അവിടെ പോയൊരു ഇന്ത്യൻ സിനിമ കാണാനായിട്ട്
തിയേറ്ററും ഉണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ സിനിമ കാണാം, ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാം എൻ്റെ പള്ളിയിൽ പോയിട്ട് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഒരു 100 അടി നടന്നു, 100 മീറ്ററോളം നടന്നു. പിന്നെ തോന്നി ഇപ്പോൾ വേണ്ട, തിരിച്ചു വന്നു. എന്നിട്ട് അടുത്ത മെട്രോയിൽ കയറി. ഭൂമിയുടെ അടിയിലൂടെയാണ് മെട്രോ സ്റ്റേഷൻസ്. അതിൽ ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് കയറി കുറച്ച് കയറിയിട്ട് പറഞ്ഞു അല്ല ഇപ്പോൾ പോയാൽ അവിടെ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവില്ല, അവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോവാം. വീണ്ടും ഞാൻ ഹോട്ടലിലേക്ക് കയറാൻ വേണ്ടി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് കയറിയിട്ട് ഹോട്ടലിൻ്റെ പടിക്കൽ വരെ എത്തിയിട്ട് ആലോചിച്ച് പോന്നി ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ, എന്തിനാ ഇനിയിപ്പോൾ കുറേ വൈകും. ഞാൻ വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് എന്താ വേണ്ട ഇങ്ങോട്ടാ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാൻ കിടന്ന് കുറേ വട്ടം കറങ്ങി. ഏറ്റവും അവസാനം ഞാൻ സിനിമ കാണാനും പോയില്ല, ഭക്ഷണത്തിനും പോയില്ല, പ്രസ്ബിറ്ററിയിലേക്ക് തന്നെ പോയി മെട്രോ കയറിയിട്ട് അവിടെ ചെന്ന് പഴയ ഉച്ചയ്ക്ക് ഇരിക്കുന്ന സാധനം ചൂടാക്കി തിന്ന് കിടന്നുറങ്ങി. പുലർച്ചെ 4:30 ആകുമ്പോൾ എന്നെ ഫോൺ വിളിക്കുവാണ്, ഇങ്ങനെ അപ്പം മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ സമയം കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ അവർ പറയാണ് രാത്രി ഒരു 8:30 ആയപ്പോൾ ആളെന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തമാശ പറഞ്ഞിട്ട് ആൾ പോയേ. വീണ്ടും ഹൗസ് പണിയെ ചങ്ങല വലിക്കുക തന്നെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഓർക്കണം അപ്പന് ആ അസ്വസ്ഥത ഉണ്ടായിരുന്ന നേരത്താണ് ഞാൻ ഈ സിനിമ കാണണോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണതോ ഒരു സിനിമ കാണണോ മോശമായിട്ടല്ല, പക്ഷേ എന്തോ ഒരു ശക്തി എന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ദൈവമേ, ഒരു 10,000 കിലോമീറ്റർ അകലിരിക്കണ എൻ്റെ ഉള്ളിലേക്ക് ആ ആത്മാവിൻ്റെ വേർപെടലിൻ്റെ ഒരു ഒരുക്കം വന്നല്ലോ എന്നുള്ള ചിന്ത. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്കിപ്പോൾ ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഒരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇതിലൊക്കെ ഈ പുണ്യന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞതുപോലെ ചോരയല്ലേ, സ്വന്തം ചോരയല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ബന്ധങ്ങൾ വളരെ ശക്തമാണ്. അപ്പോൾ നമ്മൾ ഇത് സ്വീകരിക്കുന്ന ആൾ മാത്രമല്ല, കൊടുക്കുന്ന ആളുകൾക്കും ഇതുപോലെ ഒരു ഒരുക്കത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു യാത്രാ ഭക്ഷണമായിട്ടാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഈ നമ്മൾ കുദാശകൾ ഇപ്പോൾ പ്രാരംഭ കുദാശകളാണല്ലോ മാമോദീസായും സൈഡ് ലേപനവും വിശുദ്ധ കുർബാനയും. അതുപോലെ ഒരു അന്ത്യ കുദാശകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ കുമ്പസാരവും രോഗിലേപനം വിശുദ്ധ കുർബാന. അപ്പോൾ ഈ രോഗിലേപനത്തെ തിരുപ്പാഥേയം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് ഈ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതാണോ, എന്താണ് അത്? അത് ഈ പാഥേയം എന്ന് പറഞ്ഞാൽ യാത്രയല്ലേ, തിരുപ്പാഥേയം, യാത്രയ്ക്ക് കൂട്ട്. ഇപ്പോൾ ബോബി അച്ഛൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞായറാഴ്ച കൊടുക്കുന്ന വചനപ്രഘോഷണം ഒരാഴ്ചയ്ക്ക് ഉള്ള ആത്മാവിന് ഉള്ള ചോറുപൊതിയാണ്, പൊതിച്ചോറാണെന്ന് പറയുന്നത് പോലെ ഈ വാസ്തവത്തിൽ ഈ 3 കൂദാശകളും പാപമോചനം അനുരഞ്ജന കൂദാശയിലൂടെ തൈലാഭിഷേകം രോഗിലേപനം അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയും സ്വീകരിച്ചിട്ട് ആ 3 കൂദാശകളും സ്വീകരിച്ച് യാത്രയ്ക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇത് വാസ്തവത്തിൽ ജീവിതത്തെ ഒരു യാത്രയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കർത്താവ് യേശു അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ നമ്മൾ 54-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവൻ എന്നും എന്നോടുകൂടെ വസിക്കും, അന്ത്യദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പോൾ ഒരു ഭക്ഷണമായിട്ട് തന്നെയാണ് കർത്താവ് യേശു ഈ അപ്പത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയണേ. അപ്പോൾ ഈ തിരുപ്പാദയം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ മരിച്ച് പോയി ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ എൻ്റെ ആത്മാവിനുള്ള പൊതിച്ചോറാണ് ഈ തൈലവും ഈ പാപമോചനം ലഭിച്ചതിന് ശേഷം ലഭിച്ച വിശുദ്ധ കുർബാനയും ഈ രോഗിലേപനവും. അപ്പോൾ ആ 3 കൂദാശകൾ ഒരുമിച്ച് നമുക്കൊരു യാത്രക്കാരനെ തരുന്ന മനോഹരമായ ഒരു യാത്രയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ അടുത്തനും കേട്ട് കാണും, നമ്മുടെ ഈ 2022 ജനുവരി 21-ാം തീയതി മരിച്ചുപോയ നമ്മുടെ കൊച്ചിയിലെ എറണാകുളത്ത് മരിച്ചുപോയ അജന എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച്. അവൾ കോളേജിലെ സേക്രഡ് ഹാർട്ട് കോളേജിൽ തേവര അവിടെയാണ് പഠിച്ചിരുന്നത്. അവളെ ആത്മീയമായിട്ട് അക്കമ്പനി ചെയ്യുന്ന സാബു കുമ്പുക്കലച്ചൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് നാളെ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന് പറയുന്ന ഒരു പുസ്തകം അച്ഛൻ എഴുതിയത് തന്നെയാണ്, എനിക്ക് സംഭാവന ചെയ്തു. അത് 5-ാമത്തെ പതിപ്പാണ്ടാണ്, ഒരുപാട് കോപ്പികൾ അത് വിറ്റ് കഴിഞ്ഞു. ആ പെങ്കൊച്ച് ജീസസ് യൂത്തിലൊക്കെ പെട്ട ഒരു പെങ്കൊച്ചായിരുന്നു. അവൾ അവിടെ ജീസസ് യൂത്ത് സ്ഥാപിച്ചു, അവിടെ പ്രാർത്ഥനയുണ്ടായിരുന്നു, കോളേജ് ഇലക്ഷനിൽ ജയിച്ചു. എന്നിട്ട് അവൾ ആ ജയിച്ച വിജയഗാഥയ്ക്കൊന്നും അവൾ പോയില്ല. ജയിച്ചതിന് ശേഷം അതവിടെ മറ്റേ എല്ലാ സംഘടനക്കാരും ഉണ്ട്, അവരുടെയൊക്കെ കോളേജിൽ പാർട്ടികളുണ്ട്. അതിനിടയിലാണ് ഇവൾ നിന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവൾ തന്നെ ജയിക്കുകയാണ്. അപ്പോൾ ഒരു വളരെ സ്പിരിച്വലായിട്ട് നീങ്ങുന്ന ഒരു പെങ്കൊച്ചിന് ഇത്രമാത്രം യുവാക്കളുടെ ഇടയിൽ പ്രീതി കിട്ടിയെങ്കിൽ അവളുടെ ജീവിതത്തിൻ്റെ ആ നൈർമല്യത കൊണ്ടും ആ ധീരത കൊണ്ടും ആയിരിക്കണമല്ലോ. അവൾ പോയി, ഞാൻ വിജയഗാഥ ആഘോഷിക്കാനൊന്നും ഇല്ലാന്നുകൊണ്ട് പള്ളിയിൽ പോയി അവരെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പെങ്കൊച്ചിനെ ഈ വളരെ ചെറുപ്പത്തിൽ അവൾ PG ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് വായിൽ ക്യാൻസർ വന്ന്
വളരെ വികൃതമായൊരു കുട്ടിയായിട്ടാണ് അവൾ മരിച്ചത്, അജന. അപ്പോൾ ആ കുട്ടി അവസാന കാലങ്ങളിൽ ദിവ്യകാരുണ്യം എന്നും സ്വീകരിക്കാനായിട്ട് നമുക്ക് കാണാൻ നോക്കാൻ പറ്റില്ല. അതിൻ്റെ മുഖത്ത് അവസാനത്തെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് പോരുമായിരുന്നു. ഏറ്റവും അവസാനം പറ്റാണ്ടായപ്പോൾ അച്ഛൻ വന്ന് വിശുദ്ധ കുർബാന കൊടുക്കുമായിരുന്നു. ദിവ്യകാരുണ്യം ശരിക്കും തിരുപ്പാധേയമായിട്ട് കടന്നുപോയ ഒരു പെങ്കൊച്ചാണ്. അവിടെ ഒരുപക്ഷെ വിശുദ്ധയാകാനുള്ള നാമകരണ പടികളുടെ ആദ്യ കാര്യങ്ങളൊക്കെ വരാപ്പുഴ രൂപത ഇപ്പോൾ ആരംഭിച്ച് തുടങ്ങുകയാണ്. ജീവചരിത്രം പുറത്തു വന്നു. അപ്പോൾ ഞാനത് പറഞ്ഞത് അതുപോലെയുള്ള എത്രയോ സെയിൻ്റിലി ആളുകളുണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് രോഗത്തിൽ വർഷങ്ങളോളം ജീവിച്ച ആളുകൾ ഉണ്ട്. അതുപോലെ സുഖം പ്രാപിച്ചവരുണ്ട്, അല്ലെങ്കിൽ മരണത്തിലേക്ക് കടന്നു പോയ ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ തിരുപ്പാധേയം എന്ന് പറയുന്നതും ഈ രോഗിലേപനം എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ സാർവത്രികമായ നമ്മുടെ കാറ്റീസത്തിൽ പറയുന്നുണ്ട്, ഇത് ഒരു ദൈവത്തിൻ്റെ വിളിയാണ്, ഒരു പുതിയ ദൈവവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള അവസാനത്തെ ഒരു അവസരമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ രോഗം ബാധിച്ച ആളുകൾ ചിലവർ സന്തോഷവതികളായിട്ട് കടന്നു പോകുന്നതാണ്. മരിക്കാനൊക്കെ ആയിട്ട് ഏതാണ്ട് ഉറപ്പാണ് അവർക്ക്. കാരണം ക്യാൻസർ വന്നു. ഞാൻ തൃശ്ശൂർ മിഷൻ ആശുപത്രിയിൽ ഒരു സിസ്റ്ററുടെ കാര്യം ഓർക്കുകയാണ്. വളരെ ജൂനിയർ സിസ്റ്ററായിരുന്നു. അത് നിത്യ പറഞ്ഞ പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ സിസ്റ്ററിനെ ക്യാൻസർ ബാധിച്ച് അതിൻ്റെ അവസാന സ്റ്റേജുകളൊക്കെ ആയി എല്ലാവരും പോയി എത്ര വേദനയുണ്ടെങ്കിലും അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് പോയിരുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ വിശേഷമാണ് ചോദിക്കുന്നത്, ആളുടെ വിശേഷം ഒന്നും നമ്മളൊരു രോഗിയെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ പറയുക, അയ്യോ എനിക്ക് ഇളക്കാൻ പറ്റണില്ല, അതും ഈ വല്ല ബ്ലഡ് ക്യാൻസറൊക്കെ ആണെങ്കിൽ രക്തം ഛർദ്ദിച്ചും എന്തെല്ലാം അസ്വസ്ഥതകളാണ്. പക്ഷേ ഈ സിസ്റ്റർ എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞുകൂടാ. ഈ അടുത്ത് തന്നെ ഒരുപക്ഷെ ബിജു വായിച്ചു കാണും, യൂറോപ്പിൽ ഇതുപോലെ ഒരു സിസ്റ്ററുടെ കാര്യം. വളരെ ചെറിയ സിസ്റ്റർ തന്നെയാണ്, അതും പുഞ്ചിരിക്കുന്ന ഒരു സിസ്റ്റർ, മരിച്ചു പോകുന്ന ഒരു സിസ്റ്ററുടെ ചിത്രം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ്. വാസ്തവത്തിൽ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു മെത്രാൻ, ഒരു കർദിനാള് ഒരു അൾത്താരയിൽ നിന്ന് പറഞ്ഞ 100 പ്രസംഗങ്ങളെക്കാൾ വിലയുണ്ട്, സാക്ഷ്യമുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള ഒരാൾ സന്തോഷമായിട്ട് മരണത്തിലേക്ക് അടുക്കുക, അത് വലിയൊരു അർത്ഥമാണ് നമുക്ക് തരുന്നത്. നമ്മളെ ശവസംസ്കാര കർമ്മത്തിൽ ഇന്നലെയുള്ളവർ ഇന്ന് ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പാടുന്ന മനോഹരമായ പാട്ടാണ്. അവിടെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ ദൈവവും സമയം പോലും തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ പാട്ടുകൾ എത്ര ധ്യാനിച്ചാലും മതിയാവാത്ത പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് ആ രഹസ്യങ്ങൾ ആവർത്തിച്ച് സന്തോഷത്തോടുകൂടെ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ പാത പിൻചൊല്ലുന്ന ഒരു ശിഷ്യ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ, ആ ഒരു അനുഭവമാണ്. കെനോസിസാണ്. കെനോസിസ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ കെനോസിസ് എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോൾ ഓർക്കുക, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ക്രിസ്തുമസിനെ ഞങ്ങളുടെ സെമിനാരിയിലെ സെബാസ്റ്റ്യൻ തോമസ് പാലമൂട്ടിൽ എന്ന് പറഞ്ഞ റെക്ടറച്ചൻ, ഒരു എന്നെക്കാളൊക്കെ ജൂനിയറാണ് അദ്ദേഹം, ഈ കാഞ്ഞിരപ്പള്ളി ഇരുപതക്കാരനാണ്. അദ്ദേഹം ക്രിസ്തുമസിനെ ഒരു ചെറിയൊരു സന്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഗ്രൗണ്ടിൽ ആഘോഷങ്ങൾക്ക് അവസാനം തന്നതിൽ അങ്ങനെ ഓർക്കുകയാണ്. ഒരുപക്ഷെ കർത്താവീശോ മിശിഹായിക്ക് ദൈവത്തിനെ കുരിശിൽ കയറി മരിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമായിരുന്നിരിക്കണം ഒരു മനുഷ്യനാവുക എന്നുള്ളത്. കാരണം അദ്ദേഹം എടുത്ത നിലപാടുകൾ കൊണ്ട് അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടു. അത് അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. കുരിശിൽ മരിച്ചു 3 മണിക്കൂർ, ശരിയാണ്. പക്ഷെ ദൈവമായ ഒരാൾ മനുഷ്യനാവുക, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വരിക, എത്രത്തോളം താഴണം. ഫിലിപ്പീൻസ് 2 എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കുരിശുമരണത്തെക്കാളും വലിയ രഹസ്യമാണ് കർത്താവിൻ്റെ ജനനം. അതൊക്കെയാണ് ഒരു ക്രിസ്തീയ ആത്മീയത എന്ന് പറഞ്ഞത്, താഴ്ന്നു പോവുക എന്നുള്ളതാണ്. അച്ഛനിത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ മൈലോമയായിട്ടാണ് മരിക്കുന്നത്. വളരെ ക്രിട്ടിക്കൽ ആ സ്റ്റേജിൽ അമൃതയിൽ കിടക്കുകയാണ്. അപ്പം ബോധമൊക്കെ ഇങ്ങനെ, ഞാനാണ് കൂടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പെൺമക്കളില്ല, അതുകൊണ്ട് ഞങ്ങൾ അമ്മക്കൾ 2 പേരാണ്. ഞാൻ കൂടെ നിന്ന് അപ്പോൾ മമ്മി ഇങ്ങനെ ചിരിക്കുകയാണ്. ഇങ്ങനെ ഓർമ്മയുണ്ട് അങ്ങനെ. അപ്പോൾ എന്താ ചിരിക്കണേന്ന് ചോദിച്ചപ്പോൾ മാലാക വന്നതാണ്. അപ്പോൾ ഇത് മാലാക വന്നത് എന്താ പറഞ്ഞത്, എനിക്കൊരു എന്തോ ഒരു സാധനം തന്നു, ഒരു മെസ്സേജ് അല്ല, എന്ന് പറഞ്ഞൊരു സൂത്രം തന്നു എന്ന് പറഞ്ഞു. ഇത് എന്താണെന്ന് ചോദിച്ചാൽ
ഡിഫിക്കൽട്ട് പ്ലസ് ഡിഫിക്കൽട്ട് ഈസ് ഈക്വൽ ടു ഈസി എന്ന് പറഞ്ഞ് മമ്മി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മമ്മിയുടെ പ്രയാസങ്ങളൊക്കെ ഡിഫിക്കൽട്ട് പ്ലസ് ഡിഫിക്കൽട്ട് ഈസ് ഈക്വൽ. ഞാനത് എൻ്റെ ഫോണിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മി പറയാം മാലാഖ തന്നാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. വളരെ ഞാനിത് പറഞ്ഞ കാര്യം വെച്ചാൽ പുള്ളിക്കാരത്തി ഇത്രയും മൾട്ടിപ്പിൾ മൈലോമ അറിയാമല്ലോ അച്ഛനും, ഒത്തിരി രോഗാവസ്ഥയാണ്. പക്ഷേ എങ്കിൽ പോലും എപ്പോഴും വളരെ പ്ലസൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം കൂടി ജീവിച്ചു. അന്ന് അവിടെ വെച്ച് ഇതുപോലെ രോഗിലേപനമൊക്കെ കൊടുത്താണ്. പക്ഷെ 1 വർഷം കൂടി പിന്നീട് ജീവിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ അനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു ലോകമാണ്. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ നമ്മൾ സന്തോഷത്തോടു കൂടെ ഒരുങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷങ്ങളെക്കാൾ വളരെ വലിയൊരു സന്തോഷമായിരിക്കണം ആ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയില്ലെങ്കിൽ അഴുകിയാലേ അത് ഫലം പുറപ്പെടുവിക്കൂ എന്ന് പറയുന്ന അഴുകൽ തന്നെയാണ് ശരിക്ക് പ്രായമാകുമ്പോൾ നടക്കണേ. നമ്മുടെ ഓരോ ശരീരങ്ങൾ അഴിഞ്ഞ് അതിൻ്റെ ശക്തി പോയി ഓരോന്നും ദുർബലമായി ഓരോ ആന്തരിക അവയവങ്ങളായാലും അതിൻ്റെ ശേഷി കുറഞ്ഞ് ഇങ്ങനെ അഴിഞ്ഞ് മണ്ണ് തന്നെയായിട്ട് നമ്മൾ മാറുന്ന എന്നിട്ട് വേണം അവിടുന്ന് ഈ പുതിയ ചെടി ഉത്തിതമായ ഒരു ജീവിതത്തിൻ്റെ പുതിയൊരു വേഷത്തിൽ ഉയർക്കൊള്ളാനായിട്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു ദൈവവിളി തന്നെയാണ്. സന്തോഷകരമായിട്ട് മരണത്തിലേക്ക് അടുക്കുക, മരണത്തെ ഒരു വലിയ, അതുകൊണ്ടാണല്ലോ കവികളൊക്കെ പാടിയത് പ്രണയിനി വരുന്നു, എന്നെ മാല്യമിട്ട് സ്വീകരിക്കാനായിട്ട് മരണം അവളെത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് വാസ്തവത്തിൽ ഇതിന്. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന് പറഞ്ഞ അജനയെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ അമ്മമാരെ പോലെ അപ്പന്മാരെ പോലെ, എൻ്റെ അമ്മ ഇതുപോലെ കുറേ നാൾ ചെയ്യാണ്ട് കിടന്നു, ഒരു 5 കൊല്ലം പാരലൈസ്ഡായിട്ട് കിടന്നു. പലരും പറയാൻ തുടങ്ങി ഇത് ഈ അമ്മ എന്തിനു വേണ്ടി സഹിക്കണം, അമ്മ പൊതുവേ ഒരു നല്ല സ്ത്രീയായിരുന്നു, അപ്പോൾ എന്തിനു ഈ അമ്മ അതിനുള്ള തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ അവരുടെ തെറ്റുകൾ ഒക്കെ വേണ്ടിയായിരിക്കും പാവണം. അപ്പോൾ അവസാനം എന്നിട്ട് ഇവർ പട്ടത്തച്ഛനെ കൊണ്ടുവന്നു. ഞാനിവിടെ ഇല്ല, ഞാൻ പാരീസിലാണ്. അവരോട് ചേട്ടൻ വിളിച്ച് ചോദിച്ചു ഞാൻ പട്ടത്തച്ഛനെ കൊണ്ടുവന്നോട്ടെ. അത് കൊണ്ടുവന്നു അതിനിപ്പോൾ തന്നെ. അപ്പോൾ ആൾ പറഞ്ഞൊരു മറുപടി, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു മറുപടി അവർക്ക് എന്തായാലും വീട്ടുകാർക്ക് വളരെ ആശ്വാസപ്രദമായിരുന്നു. നമ്മുടെ ആരുടെയും പാപങ്ങൾക്ക് പരിഹാരമാണ്, വരാൻ പോകുന്ന തലമുറ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ ഇപ്പോൾ ഈ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്, പഴയ ഒരു കാര്യത്തിൻ്റെ അല്ല എന്നൊക്കെ പറയാം. എന്തായാലും അതുപോലെ ഒരുങ്ങി. അപ്പോൾ ഈ മരണത്തിനോട് അടുത്തു വരും തോറും നമ്മൾ മനസ്സിലാകുന്നത് സഹനം എന്നുള്ളത് വലിയൊരു വിളിയാണ്. ഈ കൂദാശ തിരുപ്പാദയം സ്വീകരിച്ച് ഒരുങ്ങുന്നത് വാസ്തവത്തിൽ മരണത്തിൻ്റെ തൊട്ട് അവസാനം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് 1, 2, 3 കൊല്ലം മുമ്പ് മുതൽ നമുക്ക് സ്വീകരിക്കാൻ നമുക്കൊരുണ്ടെങ്കിൽ സ്വീകരിച്ച് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപകൾ, ധീരത, സഹനങ്ങളെ നേരിടാനുള്ള രീതി, മരണത്തിൻ്റെ 5 സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന രീതി സ്ലോവിൽ അനുഭവിച്ച് അങ്ങനെ ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യത്തിൻ്റെ ഭാഗമായി ഒരു കനോസിസ്, ഒരു ഇല്ലായ്മയുടെ ഗോതമ്പ് മണിയുടെ അഴിയിൽ ജീവിച്ച് അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമായിട്ട് നമുക്ക് തീരാൻ സാധിക്കണം. അപ്പോൾ അത് ശരിക്കും ഒരു തിരുപ്പാധയം തന്നെയായിട്ട് നമുക്ക് കൂട്ടായിട്ട് ഈ കൂദാശ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ രോഗീലേപനത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ ഈ എപ്പിസോഡുകൾ ഒരു പക്ഷേ ഇത് കാണുന്നവർക്ക് വളരെ ഈ കൂദാശയെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നൽകാൻ അത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അച്ഛൻ്റെ ഈ വിലയേറിയ ആ ഒരു വിശദീകരണങ്ങൾക്ക്, വളരെ ലളിതമായ എന്നാൽ ആധികാരികമായ വിശദീകരണങ്ങൾക്ക് പ്രത്യേകം നന്ദി. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അഥവാ അന്ത്യകാലഘട്ടത്തിൽ അതെപ്പോൾ സംഭവിച്ചാലും അതിനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും സമാധാനവും സർവോപരി ക്രിസ്തുവിൽ ആശ്രയിക്കാനുള്ള ശക്തിയും നൽകുന്ന മഹത്തായ ഒരു കുദാശയാണ് രോഗീലേപനം എന്ന കുദാശ. അത് ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ, ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് ലഭിക്കുന്ന അവസാന അവസരമെന്ന നിലയിൽ അതൊരു ദൈവവിളി കൂടിയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.